ആര് വീഴും? നോക്കാം തമിഴകാംഗം. തമിഴ്നാട്ടിൽ സർവകാല റെക്കോർഡ് പോളിംഗ് മുന്നണികൾക്ക് പ്രതീക്ഷ നൽകുകയാണ്. ഭരണം നിലനിർത്തുമെന്ന് DMKയും ഭരണമാറ്റം ഉണ്ടാകുമെന്ന് AIDMKയും അവകാശവാദം ഉന്നയിക്കുന്നു. തമിഴ്നാട്ടിൽ ഇത്തവണ വിസ്മയം ഉണ്ടാകുമെന്നാണ് TVKയുടെ അവകാശവാദം. ബിനോയുണ്ട് വിവരങ്ങളുമായി. ബിനോയ്, എന്തായാലും തമിഴ്നാട് രേഖപ്പെടുത്തിയത് റെക്കോർഡ് പോളിംഗ് തന്നെയാണ്. അതിനാൽ തന്നെ വിജയപ്രതീക്ഷയിൽ തന്നെയല്ലേ എല്ലാ മുന്നണികളും? തീർച്ചയായിട്ടും മൂന്ന് മുന്നണികളും വലിയ വിജയപ്രതീക്ഷയിൽ എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. കാരണം അവരവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി തുടങ്ങിയിരിക്കുന്നു. ഈ നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന കണക്കനുസരിച്ച് ഏകദേശം 84% വരെ പോളിംഗ് തമിഴ്നാട്ടിൽ നടന്നു എന്നുള്ള വിവരങ്ങളാണ് കിട്ടുന്നത്. 2011 ഇതിനു മുമ്പ് ഏറ്റവും കൂടുതൽ പോളിംഗ് നടന്നത്. അന്ന് 78%. കഴിഞ്ഞ പ്രാവശ്യം 2021 അതായത് കോവിഡിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഏകദേശം പോളിംഗിൻ്റെ കണക്കനുസരിച്ച് ഈ 72% പോളിംഗ് ഉണ്ടായിരുന്നു. ഈ സമയങ്ങളിലെ കണക്കുകൾ ഒക്കെ തന്നെ പരിശോധിച്ച് നോക്കുമ്പോൾ മൂന്ന് മുന്നണികളും വലിയ തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കുന്നുവെന്ന് തന്നെ പറയാൻ കഴിയും. കാരണം ഇതിനകത്ത് പുതുതലമുറയുടെ അല്ലെങ്കിൽ യുവതലമുറയുടെ വോട്ടുകൾ ഒരു നിർണായകം തന്നെയാണ്. ഏകദേശം 14 ലക്ഷത്തിലധികം പുതിയ വോട്ടർമാർ, അതായത് യുവാക്കളുടെ വോട്ട് ഇത്തവണ കൂടുതലായി എത്തി എന്നുള്ളതാണ് കിട്ടുന്ന സൂചന. മാത്രവുമല്ല, ഇത്തവണ പോളിംഗ് ബൂത്തിൽ എത്തിയവരിലധികം പേരും വനിതകളാണ്. അങ്ങനെ വനിതകളുടെയും യുവാക്കളുടെയും വോട്ട് കൂടുതലായി ഇത്തവണ പോൾ ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് ഈ പുതിയ വിവരം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ആണ് മൂന്ന് മുന്നണികളും അവർ വിജയപ്രതീക്ഷയിൽ മുന്നോട്ട് പോകുന്നത്. അതേസമയം തമിഴ് വെട്രിക്കഴകം TVK സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പിന്തുണ ഈ ജെൻസി വിഭാഗം അല്ലെങ്കിൽ യുവതലമുറയിൽ നിന്ന് ലഭിക്കും എന്ന് ആണ് അവരുടെ കണക്കുകൾ വ്യക്തമാക്കുന്നത്. കാരണം വിജയ് ഒരു തരംഗമായി ഈ തെരഞ്ഞെടുപ്പിൽ എല്ലായിടങ്ങളിലും അലയടിച്ചു എന്നാണ് TVKയുടെ ഒരു കാര്യം. മാത്രമല്ല, യുവജനങ്ങൾക്ക് വലിയ തരത്തിൽ പ്രാധാന്യം നൽകുന്ന ചില കാര്യങ്ങൾ അവരുടെ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പഠന ചെലവുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തി. മാത്രവുമല്ല, ഈ സ്ത്രീകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് അവർക്ക് നൽകുന്ന ക്ഷേമ പെൻഷനുകൾ, അതുകൂടാതെ മറ്റു കാര്യങ്ങൾ, അതിനെല്ലാം ഉപരിയായി പാചകവാതക സിലിണ്ടറുകൾ, ഇവയൊക്കെ നൽകുന്നത് വലിയ തരത്തിലുള്ള ഒരു പിന്തുണയായി TVKയ്ക്ക് മാറും, അല്ലെങ്കിൽ തമിഴ് വെട്രിക്കഴകത്തിന് മാറും എന്നുള്ള പ്രതീക്ഷയാണ് വിജയ് അനുകൂലികൾ പങ്കുവയ്ക്കുന്നത്. അതേസമയം DMK സംബന്ധിച്ചിടത്തോളം അവർക്കും തുടർഭരണം എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ അവർ ചിന്തിക്കുന്നില്ല. പ്രധാനമായും കഴിഞ്ഞ 5 വർഷം സ്ത്രീകൾക്കും ഒപ്പം തന്നെ യുവതലമുറയ്ക്കും വലിയ തരത്തിലുള്ള പിന്തുണ, അതായത് സൗജന്യ വാഹനയാത്ര ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സ്ത്രീകൾക്കായി ഏർപ്പെടുത്തിയത് അതൊരു വലിയ പിന്തുണയായി DMKയ്ക്ക് ലഭിക്കും എന്ന പ്രതീക്ഷയാണ് DMK പങ്കുവയ്ക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിൽ നിന്നും വലിയ തരത്തിലുള്ള ഈ പിന്തുണയുണ്ടാകും. കാരണം അവരുടെ പ്രചരണ പരിപാടികൾ അധികവും ഗ്രാമങ്ങൾ കേന്ദ്രീകരിച്ച് തന്നെ ആയിരുന്നു. കാരണം തമിഴ്നാടിൻ്റെ എല്ലാ ജില്ലകളിലും എത്തുവാൻ DMKയുടെ മുതിർന്ന നേതാക്കന്മാർ ശ്രമിച്ചു എന്നുള്ളതിനപ്പുറത്തേക്ക് ഈ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ഭരണവിരുദ്ധ വികാരം അത് വലിയ തരത്തിൽ തമിഴ്നാട്ടിൽ എല്ലായിടത്തും ഒരു വലിയ പ്രചരണ ആയുധമാക്കി മാറ്റാൻ DMK ശ്രമിച്ചു. അതിനൊപ്പം കോൺഗ്രസിൻ്റെ ഒരു പിന്തുണ കൂടി ലഭിച്ചതോടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ നിർണായക ഘട്ടങ്ങളിൽ അവിടെ എത്തുകയും DMKയ്ക്ക് പിന്തുണ അറിയിച്ച പ്രചരണ പരിപാടികൾ പങ്കെടുക്കുകയും ചെയ്തത് മറ്റൊരു തരത്തിൽ നേട്ടമായി DMK വിലയിരുത്തുകയാണ്. അതിൻ്റെ അർത്ഥത്തിൽ അവർ പറയുന്നത് കൃത്യമായും DMKയ്ക്ക് ഇത്തവണ ഒരു മുന്നേറ്റം നടത്തുവാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷ പങ്കുവയ്ക്കുന്നുണ്ട്. AIDMK ആകട്ടെ അവർ പറയുന്നത് കഴിഞ്ഞ വർഷത്തെ ഭരണവിരുദ്ധ വികാരം, അതായത് കഴിഞ്ഞ 5 വർഷമായി സംസ്ഥാനത്ത് വലിയ തരത്തിൽ ഒരു വിഭാഗം ആളുകൾ അവർക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്, അവർക്ക് ഭരണപരമായ നേട്ടങ്ങൾ ലഭിക്കുന്നില്ല. അത്തരത്തിൽ ഭരണവിരുദ്ധ വികാരം വലിയ തരത്തിൽ അലയടിക്കുന്ന ഒരു സാഹചര്യം. അതിനപ്പുറത്തേക്ക് കേന്ദ്ര സർക്കാരിൻ്റെ വലിയ തരത്തിലുള്ള പിന്തുണ AIDMK അധികാരത്തിൽ വരികയാണെങ്കിൽ സംസ്ഥാനത്തിന് കിട്ടും എന്നുള്ള കാര്യങ്ങൾ കൂടി ഊന്നിപ്പറഞ്ഞുകൊണ്ടായിരുന്നു AIDMK മുന്നോട്ട് പോയത്. അത്തരത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നേട്ടങ്ങൾ വലിയ തരത്തിൽ പിന്തുണയാകും, അത് വോട്ടായി മാറപ്പെടും എന്നൊരു പ്രതീക്ഷ AIDMKയ്ക്കുമുണ്ട്. എന്തായാലും തമിഴ്നാടിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു പോളിംഗ് ആണ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 84%. അതിൽ ഒരു പ്രത്യേകത കൂടിയുണ്ട്. ഇനി മറ്റു വോട്ടുകൾ കൂടി ഇതിനകത്തേക്ക് കൂട്ടേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് ഒരു അവസാന കണക്കല്ല, 7 മണി വരെ കിട്ടിയ ഒരു കണക്കാണ്. ഇനി പോസ്റ്റൽ ബാലറ്റുകളിൽ നിന്നുള്ള കണക്കുകൾ ഉണ്ടാകണം, സർവീസ് വോട്ടുകൾ ഉണ്ടാവണം, ഒപ്പം തന്നെ സാധാരണഗതിയിൽ പ്രായമായവർക്ക് ലഭിക്കുന്ന വോട്ടുകളുടെ കണക്ക്, അവർ വീട്ടിൽ നിന്ന് രേഖപ്പെടുത്തിയ വോട്ടുകളുടെ കണക്ക്, ഇത്രയും വോട്ടുകളുടെ കണക്കുകൾ കൂടി ലഭ്യമായാൽ മാത്രമേ ഒരു പൂർണ്ണ തോതിലേക്കുള്ള ഒരു കണക്ക് ലഭ്യമാകുകയുള്ളൂ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു
87% വരെ പോളിംഗ് എത്തി നിൽക്കും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനും പങ്കുവയ്ക്കുന്നത്. എന്തായാലും ഇത് വലിയ തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ വലിയ തരത്തിൽ പിന്തുണയായി എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ 3 മുന്നണികളും പറയുന്നത്. കാരണം കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തപ്പെട്ടു. ഒപ്പം SIR-ന്റെ ഒരു മാറ്റം, SIR പുതുതായി എത്തിയ അല്ലെങ്കിൽ SIR അനുസരിച്ചുള്ള പുതിയ വോട്ടർ പട്ടിക എത്തിയതോടുകൂടി തന്നെ പരമാവധി ആളുകൾ, അതായത് സംസ്ഥാനത്തുള്ള പരമാവധി ആളുകൾ ഇത്തവണ വോട്ട് രേഖപ്പെടുത്തി എന്നുള്ളത് മറ്റൊരു ചരിത്രമായി മാറപ്പെടുകയാണ്. എന്തായാലും തമിഴ്നാട്ടിൽ 3 മുന്നണികളും വലിയ തരത്തിലുള്ള വിജയപ്രതീക്ഷയിലാണ്. വിജയത്തിനപ്പുറത്തേക്ക് 3 മുന്നണികളൊന്നും തന്നെ ചിന്തിക്കുന്നതുമില്ല. ഇതിൽ അല്പമെങ്കിലും എടുത്തു പറയേണ്ട ഒരു ഏറ്റവും കൂടുതൽ വലിയ പ്രതീക്ഷ വയ്ക്കുന്നത് DMK ആണ്. കാരണം അവർക്ക് അനുകൂലമായ നിലപാടുകൾ സംസ്ഥാനത്ത് ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ള പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നു. ഒപ്പം TVK ഇത്തവണ 3ാം മുന്നണിയായി അവരുടെ ശക്തി തെളിയിച്ച ഒന്നാണ് വിജയുടെ തമിഴ് വെട്രിക്കഴകം. തമിഴ് വെട്രിക്കഴകത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു വരവ് വലിയ തരത്തിൽ ഒരു ആഘോഷമായി വോട്ടായി മാറപ്പെടും എന്നുള്ള പ്രതീക്ഷ TVKയും പങ്കുവെക്കുന്നുണ്ട്. ശരി, വ്യക്തമാണ്. ഡി ബിനോയാണ് വിവരങ്ങൾ നൽകിയത്.